വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും ശക്തമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങളും ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ഇത്തവണ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ. ഇവിടെ കോൺഗ്രസും BJPയും CPMഉം നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇക്കുറി BJP മണ്ഡലത്തിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥിയെ ഇറക്കിയിരിക്കുന്നത്. പാർട്ടിയുടെ സ്റ്റാർ ക്യാമ്പയിനർ കൂടിയായ ശോഭ സുരേന്ദ്രനാണ് ഇത്തവണ മണ്ഡലത്തിലെ കടിഞ്ഞാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. BJPയുടെ വനിതാ നേതാക്കൾ ഏറ്റവും കരുത്തയായ ശോഭ സുരേന്ദ്രൻ പരമാവധി വോട്ടുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ബാലഗോകുലത്തിലൂടെയാണ് ശോഭ സുരേന്ദ്രൻ തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. ബാലഗോകുലത്തിന്റെ താലൂക്ക് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ജില്ലാ മഖ്നി പ്രമുഖ് എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. പിന്നീട് യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി, വിവേകാനന്ദ സേവാ കേന്ദ്രം വൈസ് പ്രസിഡന്റ്, BJP സംസ്ഥാന സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിലേക്ക് എത്തിയ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ നേതാവ് കൂടിയായിരുന്നു ശോഭ സുരേന്ദ്രൻ. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുടെ സാധ്യതകൾ അനുസൃതമാക്കി തന്നെയാണ് ശോഭ സുരേന്ദ്രന്റെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ബന്ധപ്പെട്ട് കടക്കുന്നത്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഉൾപ്പെടെ ആകെ 4 തവണയാണ് ശോഭ സുരേന്ദ്രൻ ജനവിധി തേടിയിട്ടുള്ളത്. ഇതിൽ ഫലമറിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും തോൽവിയായിരുന്നു ഫലം. ഇതിൽ 2 വട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് ശോഭ സുരേന്ദ്രൻ മത്സരിച്ചത്. 2016 പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിനോടും 2021 കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനോടുമാണ് മത്സരിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നായിരുന്നു ജനവിധി തേടിയത്. അന്ന് വലിയ രീതിയിൽ തന്നെ വോട്ട് ശതമാനം ഉയർത്താൻ ശോഭയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ജയം തന്നെയാണ് ശോഭയുടെ ലക്ഷ്യം. ആലപ്പുഴ മണ്ഡലത്തിൽ സിറ്റിംഗ് MP ആയ AM ആരിഫും മുതിർന്ന കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലുമാണ് ശോഭ സുരേന്ദ്രന്റെ എതിരാളികൾ. BDJSന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ കൂടുതൽ വോട്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ശോഭയെ BJP കളത്തിലിറക്കിയിരിക്കുന്നത്. എന്നാൽ ജാതിക്കും മതത്തിനും അതീതമായി രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുമെന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.